SSC, ബാങ്ക്, റെയിൽവേ എക്സാംസ് ഇവ ക്ലിയർ ചെയ്ത് നല്ലൊരു ജോലി നേടാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമോ? ശരിയായ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ത്? ഹായ്, ഞാൻ കിരൺ രവി ഫ്രം കർമ്മ അക്കാഡമി. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി നൂറുകണക്കിന് കുട്ടികളും അവരുടെ പാരൻസിൽ നിന്നും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യമാണ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? അതിന് ഞങ്ങളുടെ ഉത്തരം ദ 11 സ്റ്റെപ്പ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ശരിയായ പ്രിപ്പറേഷൻ രീതിയുടെ 11 സ്റ്റെപ്പുകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതാണ് എക്സാം പാറ്റേൺ. നിങ്ങൾ ഏത് പരീക്ഷയാണ് എഴുതാൻ തീരുമാനിച്ചിട്ടുള്ളത്, ആ പരീക്ഷയുടെ പാറ്റേണും സിലബസും ആദ്യം തന്നെ കൃത്യമായി അറിയുക. ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ എതിരാളിയെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞാൽ വിജയസാധ്യത കൂടുമെന്നാണല്ലോ. അതേപോലെ തന്നെ നമ്മൾ എഴുതുന്ന പരീക്ഷയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും പാറ്റേണും കൃത്യമായി അറിയുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ക്ലാസ്സസ്. കോച്ചിങ് ക്ലാസ്സുകളോ വീഡിയോ ക്ലാസ്സസോ അറ്റൻഡ് ചെയ്ത് സിലബസിലെ ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കുക. സെൽഫ് സ്റ്റഡി നല്ലതാണ്, പക്ഷേ എക്സ്റ്റേണൽ ഹെൽപ്പ് സ്വീകരിച്ചാൽ നമുക്ക് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ടൈം പീരീഡ് കുറയ്ക്കാൻ അത് സഹായിക്കും. 3. സ്റ്റഡി മെറ്റീരിയൽസ്. പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ കളക്ട് ചെയ്യുക. സ്വന്തമായി നോട്ട്സ് മേക്ക് ചെയ്യാം, പക്ഷെ അതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസും കളക്ട് ചെയ്യാം. അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കളക്ട് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയലുകൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എക്സാം പാറ്റേണുമായി അനുയോജ്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. 4. നമ്മൾക്ക് വേണ്ടത് സ്റ്റഡി ഷെഡ്യൂൾ. നമ്മുടെ പേഴ്സണൽ ഷെഡ്യൂളുമായി അനുയോജ്യമാപ്പെടുന്ന ഒരു ടൈം ടേബിൾ അഥവാ സ്റ്റഡി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റഡി ഷെഡ്യൂളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പഠിക്കാനുള്ള എല്ലാ സബ്ജക്റ്റുകളും എല്ലാ സെക്ഷനുകൾക്കുമുള്ള മതിയായിട്ടുള്ള ടൈം അതിൽ അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. 5. സ്റ്റെപ്പാണ് ഫോക്കസ് ഓൺ ബേസിക്സ്. ഏതൊരു സബ്ജക്റ്റും എസ്പെഷ്യലി മാത്സും ഇംഗ്ലീഷും പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ അതിൻ്റെ ബേസിക്സ് ക്ലിയർ ആക്കുക. ഏതൊരു സബ്ജക്റ്റിൻ്റെയും ബേസിക്സ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ആ സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. 6. സ്റ്റെപ്പാണ് സെക്ഷൻ വൈസ് പ്രിപ്പറേഷൻ. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെയും വ്യത്യസ്ത സെക്ഷനുകളാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവെയർനെസ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ്. അപ്പോൾ ഇവ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവ ചാപ്റ്റർ വൈസ് തന്നെ പഠിക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തി തന്നെ ഇവ പഠിക്കുക. നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പോലും ഈ കൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഈ കൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങളെ റിവിഷൻ ടൈമിൽ ഒരുപാട് സഹായിക്കും. 7. സ്റ്റെപ്പാണ് പ്രാക്ടീസ് റെഗുലർലി. പ്രാക്ടീസ്. എത്ര അധികം മോക്ക് ടെസ്റ്റുകളോ പ്രീവിയസ് ഇയർ ടെസ്റ്റുകളോ എഴുതാമോ അത്രയും അധികം ചെയ്യുക. ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും അത് ഇംപ്രൂവ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്നു. അടുത്ത സ്റ്റെപ്പാണ് റിവിഷൻ സ്ട്രാറ്റജി. പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. ഇതിനു വേണ്ടി ഒരു റിവിഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. ചാപ്റ്റർ വൈസ് റിവിഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഉറപ്പായും മറക്കും, പക്ഷേ റിവിഷൻ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പാണ് സ്റ്റേ അപ്ഡേറ്റഡ്. നിങ്ങൾ 2 കാര്യത്തിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. 1. ചേഞ്ച് ഇൻ എക്സാം പാറ്റേൺ ഓർ സിലബസ്. 2. കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ. ഏതൊരു എക്സാം ബോർഡും അടിക്കടി അവരുടെ എക്സാം പാറ്റേണിലോ സിലബസിലോ ചേഞ്ചസ് കൊണ്ടുവരുത്താറുണ്ട്. അത് കൃത്യമായി അറിഞ്ഞ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിൽ കൂടുതൽ മാർക്ക് കിട്ടും. അതേപോലെ തന്നെ മിക്ക കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ചോദ്യം വരുന്നൊരു മേഖലയാണ് കറണ്ട് അഫയേഴ്സ്. അത് റെഗുലറായിട്ട് എക്സാം എഴുതുന്ന ആ കാലയളവിൽ മുഴുവൻ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കുക. എക്സാം പ്രിപ്പറേഷൻ സ്റ്റേജിലെ 10. സ്റ്റെപ്പാണ് മോക്ക് ടെസ്റ്റ് ആൻഡ് അനാലിസിസ്. ഓർക്കുക, നിങ്ങൾ എഴുതുന്ന ഓരോ മോക്ക് ടെസ്റ്റും അതിനുശേഷം അത് അനലൈസ് ചെയ്യുക. ഈ അനാലിസിസിലൂടെ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ലഭിക്കും. 1. നിങ്ങൾ ആ എക്സാം പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഏത് ഏരിയയിൽ വീക്കാണ്, ഏത് ടോപ്പിക്കിൽ വീക്കാണ്, ഏത് ചാപ്റ്ററിൽ വീക്കാണ് നിങ്ങൾക്ക് ഈ അനാലിസിസിൽ നിന്ന് മനസ്സിലാകും. അതിൽ നിന്ന് നിങ്ങൾ ആ ഏരിയ ഇമ്പ്രൂവ് ചെയ്യുക, നിങ്ങളുടെ എക്സാമിൻ്റെ മാർക്ക് കൂടുന്നതായി നിങ്ങൾക്ക് കാണാം. രണ്ടാമതായി നിങ്ങൾക്ക് ഈ എക്സാം അനാലിസിസിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങളുടെ ഉത്തരവും. ഒരു കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എക്സാം പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മോക്ക് ടെസ്റ്റുകളും അവയുടെ അനാലിസിസും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
പ്രിപ്പറേഷൻ സ്റ്റേജിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റേ ഹെൽത്തി ആൻഡ് കോൺഫിഡൻറ്റ്. നിങ്ങൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കാലയളവിൽ നിർബന്ധമായിട്ട് വേണ്ടുന്ന 2 കാര്യങ്ങളാണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റും. പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുക, മതിയായ വെള്ളം കുടിക്കുക, മതിയായ ഉറങ്ങുക, ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ബോഡിയെയും നിങ്ങളുടെ മൈൻഡിനെയും ഹെൽത്തി ആക്കി വെക്കും. സോ ദാറ്റ് യുവർ എക്സാം പ്രിപ്പറേഷൻ വിൽ ബി വെരി ഗുഡ്. ഒപ്പം തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പ്രോപ്പർ ആയിരിക്കണം. നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കണം. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം ചെയ്യുന്ന വർക്കിൽ. ബിക്കോസ് നിങ്ങൾക്ക് ഇതിന് കുറച്ച് ടൈം എടുക്കാം, എടുക്കാതെ ഇരിക്കാം. പക്ഷേ ആ കാലയളവിൽ നിങ്ങളെ ഈ പ്രോസസ്സിലൂടെ ലീഡ് ചെയ്ത് കൊണ്ടുപോകണം നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. ഈ 11 സ്റ്റെപ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഹെൽപ്പോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഡൗട്ട് എന്ന് കമൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ മെസ്സേജ് മീ ഹിയർ. വിൽ സീ യു സൂൺ. ബൈ.